ഇന്ത്യയിലെ സമയമേഖലകളുടെ എണ്ണം 1. ഇന്ത്യയുടെ മാനക രേഖാംശം 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ. 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശരേഖ കടന്നുപോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ: ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അരുണാചൽ പ്രദേശിലെ സമയം പടിഞ്ഞാറേറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗുജറാത്തിലെ സമയത്തേക്കാൾ 2 മണിക്കൂർ മുൻപിലാണ്. അരുണാചൽ പ്രദേശ് ഗുജറാത്തിൽ നിന്ന് 30 ഡിഗ്രി കിഴക്ക് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് 2 മണിക്കൂർ സമയവ്യത്യാസം ഉണ്ടാകുന്നത്. ഓരോ 15 ഡിഗ്രി രേഖാംശം മാറുമ്പോഴും പ്രാദേശിക സമയം 1 മണിക്കൂർ വ്യത്യാസപ്പെടും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം ഇന്ത്യൻ പ്രാദേശിക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തൂടെ കടന്നുപോകുന്ന രേഖാംശരേഖയാണ് ഏതാണ്? 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശരേഖ ഏത്? ഉത്തരായന രേഖ. 23.5 ഡിഗ്രി വടക്ക്. ഉത്തരായന രേഖ കടന്നുപോകുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 8. ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഉത്തരായന രേഖയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മഹാനഗരം മെട്രോപൊളിറ്റൻ നഗരം അഹമ്മദാബാദ്. 20 ഡിഗ്രി 22 മിനിറ്റ് നോർത്ത്. ഇന്ത്യയിലെ പ്രധാന ഭൂവിഭാഗങ്ങൾ: ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയുടെ സ്ഥാനം ലഡാക്കിനു വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തി വരെ. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളെ തരംതിരിച്ചിരിക്കുന്നു: ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാഞ്ചൽ, കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയൻ നിരകൾ ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖല ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകൾ: കാരക്കോറം, ലഡാക്ക്, സസ്കർ പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ചുരങ്ങൾ: ഷിപ്കില, ലിപുലേഖ്, മനചുരം. ജമ്മു ശ്രീനഗർ സ്ഥിതി ചെയ്യുന്ന മലനിര സസ്കർ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ആസ്റ്റിൻ, മൗണ്ട് കെറ്റു 8611 മീറ്റർ. മൗണ്ട് കെറ്റു ഗോഡ്വിൻ ആസ്റ്റിൻ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. മൗണ്ട് കെറ്റുവിൻ്റെ പ്രാദേശിക പേരുകൾ: ദാപ്സാങ്, ലംബ പഹാർ. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര കാരക്കോറം. ഇന്ദിരാകോൾ സ്ഥിതി ചെയ്യുന്ന മലനിര കാരക്കോറം. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിര കാരക്കോറം. കൃഷ്ണഗിരി എന്ന് സംസ്കൃത കൃതികളിൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കാരക്കോറം. റുഡാർഡ് കിപ്ലിംഗിൻ്റെ കിം എന്ന നോവൽ പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിര കാരക്കോറം. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ലഡാക്ക്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി, ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം ലഡാക്ക്. ലഡാക്കിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം ദ്രാസ്. ഇന്ത്യയിൽ ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ദ്രാസ്. കാരക്കോറം പർവ്വതനിരയുടെ തുടർച്ചയായി ടിബറ്റിൽ സ്ഥിതി ചെയ്യുന്ന കൊടുമുടി കൈലാസം. കൈലാസത്തെ ടിബറ്റിൽ വിളിക്കുന്ന പേര് കാങ്റിങ് പോച്ചെ. ഹിമാലയൻ നിരകൾ ഇൻഡോ ആസ്ട്രേലിയൻ ഫലകവും യൂറേഷ്യൻ ഫലകവും തമ്മിൽ കൂട്ടിമുട്ടിയതിനെ തുടർന്ന് ഇവയ്ക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന തെജിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് സമ്മർദ്ദത്താൽ മടങ്ങി ഉയർന്ന് രൂപപ്പെട്ട പർവ്വതനിര ഹിമാലയം. ഹിമാലയൻ പർവ്വതനിരകളുടെ ആസ്ഥാനം ട്രാൻസ് ഹിമാലയത്തിനും കിഴക്കൻ മലനിരകൾക്കിടയിൽ വടക്ക് പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ ഏകദേശം വിസ്തൃതി 5,00,000 ചതുരശ്ര കിലോമീറ്റർ.